കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമം പരിഹാരമില്ലാതെ നീളുമ്പോഴും ആശുപത്രിയിൽ പുതിയ നിയമനങ്ങൾ നടത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. സ്ഥിരം തസ്തികയിലുള്ളവരെ പരമാവധി ഒഴിവാക്കി പിൻവാതിലൂടെ താൽക്കാലികക്കാരെ തിരികെ കയറ്റാനുള്ള നീക്കമുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നുക്ഷാമം 14 ദിവസം പിന്നിട്ടിട്ടും പരിഹാരം കാണാൻ തയ്യാറാകാത്ത ആശുപത്രി അധികൃതരുടെ ഇപ്പോഴത്തെ നീക്കം ആശുപത്രിയിൽ പുതിയ നിയമനങ്ങൾ നടത്താനാണ്. മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കാനാണ് ആശുപത്രി വികസന സമിതിയുടെ നീക്കം. നിലവിൽ OP കൗണ്ടറിൽ ജോലി ചെയ്യുന്നവർ റിട്ടയർ ചെയ്യുന്ന മുറയ്ക്ക് സന്നദ്ധരായവരെ പരിശീലനം നൽകി നിയമിക്കാറായിരുന്നു പതിവ്. ആ പതിവ് തെറ്റിച്ചുകൊണ്ട് സ്ഥിരം തസ്തികയിലുള്ളവരെ ഒഴിവാക്കി പിൻവാതിലിലൂടെ താൽക്കാലികക്കാരെ തിരികെ കയറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് പുതിയ നിയമനത്തിന്റെ പിന്നിലെന്നാണ് ഉയരുന്ന ആരോപണം. അതേസമയം മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക 80 കോടി കൊടുത്ത് മരുന്നുക്ഷാമം പരിഹരിക്കാനുള്ള നീക്കം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനം, കോഴിക്കോട്.